ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽസിന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നൊരു സ്റ്റഡി വ്ളോഗാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് പ്രീ ഹിസ്റ്ററി ആൻഡ് സോഴ്സസ് ഇഗ്നോയുടെ ബാച്ചലർ ഓഫ് ഹിസ്റ്ററി ഹോണേഴ്സിൻ്റെ BH 102, അതായത് സോഷ്യൽ ഫോർമേഷൻസ് ആൻഡ് കൾച്ചറൽ പാറ്റേൺസ് ഓഫ് ഏൻഷ്യൻ്റ് വേൾഡിലെ ഫസ്റ്റ് ചാപ്റ്ററായ പ്രീ ഹിസ്റ്ററി ആൻഡ് സോഴ്സിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പം ഈ ഒരു ചാപ്റ്റർ നമുക്ക് 3 ഡിവൈഡ് ചെയ്യാം, എന്നിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ ഓരോ പകുതി പോർഷൻസ് ആയിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഹിസ്റ്ററി ഹോണേഴ്സ് പഠിക്കുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഹിസ്റ്ററി വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ കൂടെ തന്നെ ക്രാഫ്റ്റ് വീഡിയോസും കുക്കിംഗ് വീഡിയോസും ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. എല്ലാം നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ യൂണിറ്റ് 1 പ്രീ ഹിസ്റ്ററി ആൻഡ് സോഴ്സിനെ കുറിച്ചാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൽ ഫസ്റ്റ് അതിൻ്റെ സ്ട്രക്ചറാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, ഇൻട്രൊഡക്ഷൻ ഉണ്ട്, എന്താണ് പ്രീ ഹിസ്റ്ററി എന്നുണ്ട്, ബ്രാഞ്ചസ് ഓഫ് നോളജ് ഓൺ പ്രീ ഹിസ്റ്ററി ഉണ്ട്, ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു ആർക്കിയോളജി, സോഴ്സസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് ആർക്കിയോളജിക്കൽ റിസർച്ച്, ഡേറ്റിംഗ് മെത്തേഡ്സ് ഇൻ ആർക്കിയോളജി, വാട്ട് ഈസ് ആന്ത്രോപോളജി, ബ്രാഞ്ചസ് ഓഫ് ആന്ത്രോപോളജി, സമ്മറി, കീവേഡ്സ്, പിന്നെ ആൻസേഴ്സ്, സജസ്റ്റഡ് റീഡിങ്സ്, ഇൻസ്ട്രുമെൻ്റൽ വീഡിയോ റെക്കമെൻഡേഷൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് അവർ കൊടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ജസ്റ്റ് ഇത് ഒബ്ജക്റ്റീവ്സ് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ തൊട്ടാണ് വാട്ട് ഈസ് പ്രീ ഹിസ്റ്ററി എന്നുള്ള ആ ഒരു പോർഷൻ തൊട്ടാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്താണ് പ്രീ ഹിസ്റ്ററി? പ്രീ ഹിസ്റ്ററി എന്ന് പറഞ്ഞേക്കുന്നത് പ്രീ ഹിസ്റ്റോറിക് പീരീഡാണ്. അപ്പോൾ പ്രീ ഹിസ്റ്ററി എന്ന് പറഞ്ഞേക്കുന്നത് പ്രീ ഹിസ്റ്റോറിക് പീരീഡാണ്. എന്ന് വെച്ചാൽ ദ പീരീഡ് എക്സ്റ്റെൻഡിങ് ബാക്ക് വെൻ ദർ വാസ് നോ റൈറ്റിംഗ് ആൻഡ് നോ എൻഗേജ്മെൻറ്റ് വിത്ത് റിട്ടൺ ഡോക്യുമെൻറ്റേഷൻ. എന്ന് വെച്ചാൽ റിട്ടൺ ഡോക്യുമെൻറ്റ്സോ അല്ലെങ്കിൽ ഹിസ്റ്ററിയെക്കുറിച്ചോ ഒന്നും അറിയാൻ പറ്റാത്ത ആ ഒരു പീരീഡിനെ കുറിച്ചാണ് നമ്മൾ പ്രീ ഹിസ്റ്റോറിക് പീരീഡ് അല്ലെങ്കിൽ പ്രീ ഹിസ്റ്ററി എന്ന് പറഞ്ഞേക്കുന്നത്. ഇത് ഏകദേശം ഇതിൻ്റെ ബിഗിനിങ് എന്ന് പറഞ്ഞേക്കുന്നത് ജനസ് ഹോമോ, അതായത് ഹോമോ സാപ്പിയൻസിൻ്റെ ആ ഒരു പറഞ്ഞേക്കുന്നത് എറയിലാണ് ഈ ഒരു പ്രീ ഹിസ്റ്ററി നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദ ബിഗിനിങ് ഓഫ് ദ പ്രീ ഹിസ്റ്ററി ഇൻഡിക്കേറ്റഡ് വിത്ത് origin of earliest representatives of genus Homo. അത് കഴിഞ്ഞിട്ട് നമ്മൾ എവിഡൻസ് കറൻ്റ്ലി അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് ആഫ്രിക്കയിൽ 5 to million years ബിഫോർ പ്രസൻ്റ് ആണ്. അതുപോലെ തന്നെ യൂറോപ്പ് ആൻഡ് ഏഷ്യയിൽ അപ്രോക്സിമേറ്റ്ലി 1 million years ആണ്. അതുപോലെ തന്നെ ഓസ്ട്രേലിയയിൽ 40,000 years BP ആണ്. ഈവൻ ലെസ്സിന് അമേരിക്ക. അപ്പോൾ ഈ BP എന്ന് പറഞ്ഞേക്കുന്ന ഒരു ഡേറ്റിംഗ് സ്കെയിലാണ്. എന്ന് വെച്ചാൽ റേഡിയോ കാർബൺ ഡേറ്റിംഗ് മെത്തേഡിൻ്റെ ഇൻവെൻഷൻ കഴിഞ്ഞിട്ട് വന്നത് 1940 ലേറ്റ് ആ ഒരു ഇയറിൽ വന്നൊരു ഡേറ്റിംഗ് സ്കെയിലാണ് ബിഫോർ പ്രസൻറ്റ് എന്നുകൊണ്ട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 1950 ആണ് നമ്മൾ റെഫറൻസ് പോയിൻ്റ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു പാരഗ്രാഫിൽ അവർ 3 പോയിൻറ്റ്സാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് പ്രീ ഹിസ്റ്ററി, അതിൻ്റെ ഡെഫിനേഷൻ എന്താണ്, അതിൻ്റെ ഒറിജിൻ എവിടെ നിന്നാണ്, അതുപോലെ തന്നെ അതിൻ്റെ എവിഡൻസ് ഒക്കെ എന്തൊക്കെയാണെന്നാണ് ഈ 3 പാരഗ്രാഫിൽ അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം ബിഫോർ പ്രസൻറ്റ് എന്ന് പറഞ്ഞേക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഡേറ്റിംഗ് സ്കെയിലാണ്. 1940 അത് വന്നത്. 1950 ആണ് റെഫറൻസ് പോയിൻ്റായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രീ ഹിസ്റ്ററി എന്താണ്? പ്രീ ഹിസ്റ്ററി എന്ന് പറഞ്ഞേക്കുന്നത് പ്രീ ഹിസ്റ്റോറിക് പീരീഡാണ്. അതിൻ്റെ ഡെഫിനേഷനാണ് പീരീഡ് എക്സ്റ്റെൻഡിങ് ബാക്ക് വെൻ ദർ വാസ് നോ റൈറ്റിംഗ് ആൻഡ് നോ എൻഗേജ്മെൻറ്റ് വിത്ത് റിട്ടൺ ഡോക്യുമെൻറ്റേഷൻ. പിന്നെ അതിൻ്റെ ഒറിജിൻ എന്ന് പറഞ്ഞേക്കുന്നത് ഏർലിയസ്റ്റ് റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ജനസ് ഹോമോ, ആ ഒരു ഇത് തൊട്ടാണ് അതിൻ്റെ ബിഗിനിങ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതിൻ്റെ എവിഡൻസ് കറൻ്റ്ലി ഡേറ്റ് ചെയ്തിരിക്കുന്നത് ഏകദേശം ആഫ്രിക്കയിൽ 5 to million years ആണ്. അതുപോലെ തന്നെ യൂറോപ്പ് ആൻഡ് ഏഷ്യയിൽ 1 million years, 40,000 years BP ഇൻ ഓസ്ട്രേലിയ, ഈവൻ ലെസ്സിൻ അമേരിക്ക. അപ്പോൾ നമ്മൾ അടുത്ത പാരഗ്രാഫിലേക്ക് പോവുകയാണ്. നമുക്ക് ഇതുപോലെ വർഷമൊക്കെ നമുക്ക് വേണമെങ്കിൽ സൈഡിൽ ഇങ്ങനെ എഴുതി വെക്കാം, പെട്ടെന്ന് ഓർമ്മിക്കാൻ വേണ്ടി പല കളേഴ്സിലുള്ള പേന ഉപയോഗിച്ചൊക്കെ നമുക്ക് എഴുതി വെക്കാം. അപ്പോൾ നെക്സ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് ടേം പ്രീ ഹിസ്റ്ററി ഒറിജിനേറ്റഡ് ഫ്രം ദ ഫ്രേസ് പീരീഡ് ആൻറ്റി ഹിസ്റ്റോറിക്കി വിച്ച് വാസ് കോയിൻഡ് ബൈ ഫ്രഞ്ച് ആർക്കിയോളജിസ്റ്റ് പോൾ ടേണൽ ഇൻ 1833 റെഫർ ടു പീരീഡ് ഓഫ് ഹ്യൂമൻ ഹിസ്റ്ററി ബിഫോർ ദ എമർജൻസ് ഓഫ് റിട്ടൺ ഡോക്യുമെൻറ്റ്സ് ഗ്രേസൺ 1983. അതായത് പ്രീ ഹിസ്റ്ററി എന്നുള്ള വാക്ക് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് പീരീഡ് ആൻറ്റി ഹിസ്റ്റോറിക്കി എന്ന് പറഞ്ഞ ഫ്രേസിൽ നിന്നാണ്, ഒരു ഫ്രഞ്ച് ഫ്രേസിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ബൈ ഫ്രഞ്ച് ആർക്കിയോളജിസ്റ്റ് പോൾ ടേണലാണ് ഈ ഒരു പദം കൊണ്ടുവന്നിരിക്കുന്നത്. അത് 1833. അപ്പോൾ ആ സമയങ്ങളിലൊന്നും റിട്ടൺ ഡോക്യുമെൻറ്റ്സ് ആയിട്ടൊന്നും വന്നിട്ടില്ല. റിട്ടൺ ഡോക്യുമെൻറ്റ്സ് വരുന്നത് ഗ്രേസൺ 1983. അപ്പം ഫ്രഞ്ച് ഫ്രേസായ പ്രീ ഹിസ്റ്ററി എന്ന് പറഞ്ഞേക്കുന്നത് ഡാനിയൽ വിൽസൺ എന്ന് പറഞ്ഞൊരു ആളാണ് ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ബുക്കിൽ യൂസ് ചെയ്തത്, ഒരു വേർഡായിട്ട് യൂസ് ചെയ്ത് 1851. ആ ബുക്കിൻ്റെ പേരാണ് ആർക്കിയോളജി ആൻഡ് പ്രീ ഹിസ്റ്റോറിക് ആനൽസ് ഓഫ് സ്കോട്ട്ലൻഡ് എന്ന് പറഞ്ഞേക്കുന്നത്. ദ ഫ്രഞ്ച് ഫ്രേസ് ഷാങ്ക് ടു പ്രീ ഹിസ്റ്ററി ആൻഡ് വാസ് ഫസ്റ്റ് യൂസ്ഡ് ഇൻ 1851 ബൈ ഡാനിയൽ വിൽസൺ ഇൻ ഹിസ് സെമിനൽ ബുക്ക് ദ ആർക്കിയോളജി ആൻഡ് പ്രീ ഹിസ്റ്റോറിക് ഓഫ് സ്കോട്ട്ലൻഡ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ദ ടേം പ്രീ ഹിസ്റ്ററി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇനിഷ്യലി ഗോയിങ് ടു ഇൻഡിക്കേറ്റ് ദ പീരീഡ് ഡ്യൂറിംഗ് വിച്ച് ദ ഹ്യൂമൻസ് വെയർ ദ കോണ്ടംപററീസ് ഓഫ് ആനിമൽസ് നൗ എക്സ്റ്റിൻക്ട് ആൻഡ് റിമെയിൻസ് വെയർ ഫൗണ്ട് ബൈ ജിയോളജിസ്റ്റ് ആൻഡ് പാലിയോന്തോളജിസ്റ്റ് ഇൻ ഓൾ ജിയോളജിക്കൽ ഡിപ്പോസിറ്റ്സ്. അപ്പം ദ ടേം പ്രീ ഹിസ്റ്ററി എന്ന് പറഞ്ഞിരിക്കുന്നത് ഹ്യൂമൻസിനെ കുറിച്ചും അതുപോലെ തന്നെ കോണ്ടംപററീസ് ഓഫ് ആനിമൽസ് എന്ന് വെച്ചാൽ എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ആനിമൽസിനെ കുറിച്ചും ഒക്കെ ആരാണ് പഠിക്കുന്നത്? ജിയോളജിസ്റ്റും പാലിയോന്തോളജിസ്റ്റുമാണ് പഠിക്കുന്നത്. അപ്പോൾ അവരാണെങ്കിൽ ഓൾഡ് ജിയോളജിക്കൽ ഡിപ്പോസിറ്റ്സ് വഴിയും നമ്മുടെ ഓൾഡ് ഹ്യൂമൻസിനെ കുറിച്ചും അതുപോലെ
തന്നെ എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ആനിമൽസിനെ കുറിച്ചുമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജിയോളജിസ്റ്റ് എന്ന് പറഞ്ഞേക്കുന്നത് സയൻറ്റിസ്റ്റ് ഹു സ്റ്റഡി സോളിഡ് ആൻഡ് ലിക്വിഡ് മാറ്റേഴ്സ് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ദി എർത്ത്. സോളിഡ് ആൻഡ് ലിക്വിഡ് മാറ്റേഴ്സിനെ കുറിച്ച് പഠിക്കുന്നവരെ നമ്മൾ ജിയോളജിസ്റ്റ് എന്നും ഫോസിൽസിനെ കുറിച്ച് പഠിക്കുന്നവരെ നമ്മൾ പാലിയോന്തോളജിസ്റ്റ് എന്നുമാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് പ്രീഹിസ്റ്ററി കൂടുതലായിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എൻറ്റയർ സ്പാൻ ഓഫ് ഹ്യൂമൻ കൾച്ചറൽ എവല്യൂഷൻ ബിഫോർ റിട്ടൺ ഡോക്യുമെൻറ്റേഷൻ ദാറ്റ് എക്സ്റ്റെൻഡ്സ് ബാക്ക് അറ്റ്ലീസ്റ്റ് 2.6 മില്യൺ ഇയേഴ്സ് എന്ന് വെച്ചാൽ 2.6 മില്യൺ ഇയേഴ്സ് ബാക്കിലുള്ള എൻറ്റയർ സ്പാൻ ഓഫ് ഹ്യൂമൻ കൾച്ചറൽ എവല്യൂഷനെ കുറിച്ചാണ്. അതിനെക്കുറിച്ചുള്ളതെന്ന് വെച്ചാൽ റിട്ടൺ ഡോക്യുമെൻറ്റേഷൻസ് ഒക്കെ വരുന്നതിന് മുമ്പുള്ള 2.6 മില്യൺ ഇയേഴ്സ് ബാക്കിലുള്ള ഹ്യൂമൻ കൾച്ചറൽ എവല്യൂഷനെ കുറിച്ചാണ് പ്രീ ഹിസ്റ്ററി പറയുന്നത്. അപ്പം ഇൻ ദ ആബ്സെൻസ് ഓഫ് റിട്ടേൺ റെക്കോർഡ്സ് ഫ്രം ദിസ് പീരീഡ് ആർട്ടിഫാക്ട്സ്, ഈ ഒരു പീരീഡിൽ റിട്ടേൺ റെക്കോർഡ്സ് ആബ്സെൻസ് ആയതുകൊണ്ട് നമ്മൾ ആർട്ടിഫാക്ട്സ് ആണ് ഉപയോഗിക്കുന്നത്. ആർട്ടിഫാക്ട്സ് എന്ന് പറഞ്ഞേക്കുന്നത് എന്താണ്? ഇറ്റ്സ് എ പ്രൈമറി സോഴ്സ് ദാറ്റ് ക്യാൻ ബി യൂസ്ഫുൾ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദ പ്രീ ഹിസ്റ്ററി. അതുപോലെ തന്നെ ഈ ആർട്ടിഫാക്ട്സ് എന്ന് പറഞ്ഞേക്കുന്നത് ഈ സ്റ്റോൺ ടൂൾസ്, അതുപോലെ തന്നെ ഡെഡ് റിമെയിൻസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, ബയോഫാക്ട്സ്, കൾച്ചറൽ ലാൻഡ്സ്കേപ്സ്, ഇതൊക്കെയാണ് ആർട്ടിഫാക്ട്സ് എന്ന് വെച്ചാൽ അവശിഷ്ടങ്ങളാണ് ഇതൊക്കെ. അതാണ് ആർട്ടിഫാക്ട്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു പാരഗ്രാഫിൽ അവർ മെയിനായിട്ടും പ്രീ ഹിസ്റ്ററി എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്, ആരാണ് ഈ ഒരു വേർഡ് കൊണ്ടുവന്നത്, ഏത് ഫ്രേസിൽ നിന്നാണ് കൊണ്ടുവന്നത്, ഏത് ബുക്കിലാണ് പ്രീ ഹിസ്റ്ററി ആദ്യമായിട്ട് ഒരു വേർഡായിട്ട് യൂസ് ചെയ്തത്, പിന്നെ ജിയോളജിസ്റ്റിൻ്റെയും പാലിയോന്തോളജിസ്റ്റിൻ്റെയും ജോബ് എന്താണ്, അതുപോലെ തന്നെ പ്രീ ഹിസ്റ്ററി ആരെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്, അതുപോലെ തന്നെ ആർട്ടിഫാക്ട്സ് എന്താണ് എന്നൊക്കെയാണ് ഈ ഒരു പാരഗ്രാഫിൽ അവർ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ പ്രീ ഹിസ്റ്ററി പോലെ തന്നെയാണ് പ്രോട്ടോ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇത് ഒരു ഏർലിയസ്റ്റ് റെക്കോർഡ് ഹിസ്റ്ററിയാണ് പ്രോട്ടോ ഹിസ്റ്ററി എന്ന് പറഞ്ഞേക്കുന്നത്. ദ പീരീഡ് ഇൻ എ കൾച്ചർ ദാറ്റ് ഒക്യൂർ ഇമ്മീഡിയറ്റ്ലി ബിഫോർ ഇറ്റ്സ് റെക്കോർഡ് ഹിസ്റ്ററി ബിഗിൻസ് എന്ന് വെച്ചാൽ റെക്കോർഡ് ചെയ്ത ഹിസ്റ്ററിക്ക് മുമ്പുണ്ടായ ഒരു കൾച്ചറിനെ കുറിച്ചാണ് അവർ പ്രോട്ടോ ഹിസ്റ്ററി പറയുന്നത്. ഇത് മെയിനായിട്ടും പ്രോട്ടോ ഹിസ്റ്ററി ഈസ് ഓൾസോ യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദ ഹിസ്റ്ററി ഓഫ് എ പീപ്പിൾ or of a region in a period during which the people or the region inhabitants were still illiterate but were written about in the text of neighboring peoples who were more advanced and already literate. എന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ പറഞ്ഞ പ്രോട്ടോ ഹിസ്റ്ററി എന്ന് പറഞ്ഞേക്കുന്ന ഏർലിയസ്റ്റ് റെക്കോർഡ് ഹിസ്റ്ററിയാണ്. ഇത് മെയിനായിട്ടും ഒരു പീരീഡിൽ ജീവിച്ചിരുന്ന ഒരു ആൾക്കാരെക്കുറിച്ചോ ആ ഒരു റീജിയനെ കുറിച്ചോ കൾച്ചറിനെ കുറിച്ചൊക്കെ ഒരു വിഭാഗം ആൾക്കാർ എഴുതുന്നു. ഇത് ആരെക്കുറിച്ചാണോ എഴുതുന്നത് അവർ ഇലിറ്ററേറ്റ് ആയിരിക്കും, പക്ഷേ നെയ്ബറിങ് പീപ്പിൾസ് ലിറ്ററേറ്റ് ആയിരിക്കും. ഞാൻ ഒന്നുകൂടെ പറയാം. പ്രോട്ടോ ഹിസ്റ്ററി എന്ന് പറഞ്ഞേക്കുന്നത് ഒരു റീജിയനിൽ താമസിച്ചിരുന്ന ആൾക്കാരെക്കുറിച്ച് എഴുതുന്ന ഒരു റീജിയനിൽ താമസിച്ചിരുന്ന ആൾക്കാരെക്കുറിച്ച് വേറെ ആൾക്കാർ എഴുതുന്ന അവരുടെ നെയ്ബറിങ് പീപ്പിൾസ് എഴുതുന്ന ആ ഒരു ഹിസ്റ്ററിയാണ് നമ്മൾ പ്രോട്ടോ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇത് എഴുതുന്ന ആൾക്കാർ ലിറ്ററേറ്റ് ആയിരിക്കും, അവർ മോർ അഡ്വാൻസ്ഡ് ആയിരിക്കും. പക്ഷെ ആരെക്കുറിച്ചാണോ എഴുതുന്നത് അവർ ഇലിറ്ററേറ്റ് ആയിരിക്കും. എക്സാമ്പിളാണ് 4th സെഞ്ച്വറി BC സെൽറ്റിക് ട്രൈബ്സിനെ കുറിച്ച് ഗ്രീക്കും ലാറ്റിൻ ഹിസ്റ്റോറിയൻസും എഴുതിയിരിക്കുന്നത്. ഇതിൽ ട്രൈബ് ഇലിറ്ററേറ്റ് ആണ്, ബാക്കി എഴുതിയിരിക്കുന്ന ഗ്രീക്കും ലാറ്റിൻ ഹിസ്റ്റോറിയൻസും ലിറ്ററേറ്റ് ആണ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പോപ്പുലേഷൻസ് ഹൂസ് റൈറ്റിംഗ് ഹാസ് നോട്ട് ബീൻ അണ്ടർസ്റ്റുഡ് സോ ഫാർ. എന്ന് വെച്ചാൽ ഇവരുടെ ലാംഗ്വേജൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതിന് എക്സാമ്പിൾ ലാംഗ്വേജ് ഓഫ് ഇട്രൂസ്കാൻസ് ആൻഡ് ഏൻഷ്യൻ ഇറ്റാലിക് പീപ്പിൾസ് ആൻഡ് ബാരപ്പൻസ്. അപ്പോൾ നമ്മൾ പ്രോട്ടോ ഹിസ്റ്ററിയെക്കുറിച്ച് പഠിച്ചു. അപ്പോൾ ആ ഒരു പാരഗ്രാഫിൽ ശരിക്കും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഏർലിയസ്റ്റ് റെക്കോർഡ് ഹിസ്റ്ററിയാണ് പ്രോട്ടോ ഹിസ്റ്ററി എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഡെഫിനിഷൻ പറയുന്നുണ്ട്, അതുപോലെ തന്നെ ആരെക്കുറിച്ചാണ് എഴുതുന്നതെന്ന് പറയുന്നുണ്ട്, പിന്നെ ആരെ പറ്റിയാണ് എഴുതുന്നതെന്ന് പറയുന്നുണ്ട്, പിന്നെ അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു 2-3 പാരഗ്രാഫിൽ അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളിത് 3 ഭാഗമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ആദ്യം പ്രീ ഹിസ്റ്ററിയെക്കുറിച്ച്, പിന്നെ ആർക്കിയോളജിയെക്കുറിച്ച്, പിന്നെ ആന്ത്രോപോളജിയെക്കുറിച്ച്. അപ്പം ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആവുന്ന നമ്പർ ടാറ്റാ, ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്.